നമസ്കാരം, ഞാൻ ഡോക്ടർ സന്ദീപ് KF, കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ് ഇൻ നിംസ് മെഡിസിറ്റി. നവംബർ 20 വേൾഡ് COPD ദിനമാണ്. എല്ലാ വർഷവും നവംബർ മാസത്തിൽ ഒരു ദിവസമാണ് നമ്മൾ COPD ദിവസമായി ആചരിക്കുന്നത്. സോ ഈ വർഷത്തെ COPD ദിന സന്ദേശം എന്ന് പറയുന്നത് നോ യുവർ ലങ് ഫങ്ഷൻ എന്നതാണ്. എല്ലാവരും നിങ്ങളുടെ ലങ് ഫങ്ഷൻ തിരിച്ചറിയുന്നതാണ്. സോ എന്താണ് COPD എന്ന് പറയുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസനാളങ്ങളെ അഥവാ ശ്വാസക്കുഴലിനെ നീർക്കെട്ട് വന്ന് അവിടെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അവിടെ ചുരുക്കം സംഭവിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് COPD എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് ഈ COPDക്ക് ഇത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നു? അപ്പോൾ നമ്മൾ WHO കണക്ക് പ്രകാരം മരണനിരക്കിൽ 3ാമത്തെ സ്ഥാനമാണ് COPDക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ എന്താണ് ഈ COPD? ആർക്കൊക്കെയാണ് ഈ COPD വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? COPD പ്രധാനമായിട്ടും പുകവലിയിലൂടെയാണ് വരുന്നത്. സ്മോക്കിംഗ് ആണ് മോസ്റ്റ് കോമൺ കോസ്. പിന്നെ പറയുന്നത് നമുക്ക് ഈ വിറകടുപ്പിൽ നിന്നുണ്ടാവുന്ന, അതായത് കിച്ചൺ സ്മോക്ക് എക്സ്പോഷർ, വിറക് അടുപ്പിൽ നിന്നുണ്ടാകുന്ന പുക ശ്വസിക്കുന്നതിലൂടെ COPD ഉണ്ടാകുന്നുണ്ട്. പിന്നെ പല ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ വീട്ടിനകത്തുണ്ടാകുന്ന പൊല്യൂഷൻ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ ജോലി സംബന്ധിച്ച് ഉണ്ടാകുന്ന നോഷ്യസ് പാർട്ടിക്കിളിന് നമ്മൾ ശ്വസിച്ച് അങ്ങനെ വരുന്ന അസുഖങ്ങളിലൂടെയും COPD ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ജനിതകമായ കാര്യങ്ങൾ, α1 ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി, പിന്നെ പല ഇൻഫെക്ഷൻസിലൂടെ നമ്മുടെ ട്യൂബർകുലോസിസ്, പല ന്യൂമോണിയസ് കാരണം COPD ഉണ്ടാവുന്നുണ്ട്. സോ ഒരു COPD രോഗിയിൽ ഉണ്ടാവുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? പ്രധാനമായും ഗ്രാജുവലി കൂടി വരുന്ന കിതപ്പ്, അതായത് നമ്മൾ പ്രോഗ്രസീവ്ലി കൂടി വരുന്ന കിതപ്പ്. ഒരാൾ ആദ്യം നടക്കുമ്പോൾ ഉണ്ടാവുന്ന കിതപ്പ്, പിന്നെ കയറ്റം കയറുമ്പോൾ ഉണ്ടാവുന്ന കിതപ്പ്, ഒരു 100 മീറ്റർ നടക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന കിതപ്പ്, അങ്ങനെ ഗ്രാജുവലി കൂടി വരുന്ന കിതപ്പാണ് ഇതിൻ്റെ പ്രധാനമായ സിംറ്റം. പിന്നെ ചുമ, എന്നും രാവിലെ എണീക്കുമ്പോൾ തന്നെ കഫത്തോടെ കൂടെ എണീക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെയാണ് പ്രധാനമായും COPDയിൽ ഉണ്ടാവുന്ന സിംറ്റംസ്. അപ്പോൾ ഈ COPD എന്ന അസുഖം എങ്ങനെ നമുക്ക് കണ്ടെത്താം? പ്രധാനമായും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പൈറോമെട്രി അല്ലെങ്കിൽ പൾമനറി ഫങ്ഷൻ ടെസ്റ്റുകളാണ്. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ COPD ദിന സന്ദേശവും അത് തന്നെയാണ്, നോ യുവർ ലങ് ഫങ്ഷൻ. എല്ലാവരും നിങ്ങളുടെ ലങ് ഫങ്ഷൻ തിരിച്ചറിയുക. അതായത് നമ്മുടെ ലങ് ഫങ്ഷൻ, ഈ COPD രോഗികളിൽ ലങ് ഫങ്ഷൻ കുറയുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. സോ ഈ പൾമനറി ഫങ്ഷൻ ടെസ്റ്റിലൂടെ നമുക്ക് ഈ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനക്ഷമത തിരിച്ചറിയാൻ സാധിക്കും. സോ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ COPDക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് COPDയുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്? അപ്പോൾ പ്രധാനമായും നമുക്ക് 2 ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഉള്ളത്, മെഡിസിനും നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സും. സോ മെഡിസിൻ എന്ന് പറയുന്നത് മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഹേലേഴ്സ് ആണ്. സോ ഇൻഹേലേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇൻഹേലർ എന്ന് പറയുന്നത് വളരെ സേഫായിട്ട് നമ്മുടെ ലങ്സിൽ, നമ്മുടെ ശ്വാസനാളത്തിൽ എവിടെയാണോ പ്രശ്നം അവിടെ കൃത്യ അളവിൽ മരുന്ന് എത്തിക്കുന്ന ഒരു ഉപാധി മാത്രമാണ് ഇൻഹേലേഴ്സ്. സോ ഇൻഹേലേഴ്സ് നമ്മൾ ലങ് ഫങ്ഷൻ ടെസ്റ്റ് അസസ് ചെയ്തിട്ട് അതനുസരിച്ചാണ് നമ്മൾ ഇൻഹേലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറ്. നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സ് പ്രധാനമായും നമ്മൾ പൾമണറി റീഹാബിലിറ്റേഷൻ നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ COPD പേഷ്യൻസിൽ നമ്മൾ പ്രധാനമായും മസിൽ വേസ്റ്റിങ്ങും മാൽന്യൂട്രീഷനും കണ്ടുവരുന്നു. സോ അങ്ങനത്തെ ആൾക്കാരിൽ നമ്മൾ കൃത്യമായ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. കൃത്യമായ ഡയറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് COPD പേഷ്യൻസിന്. പിന്നെ നമ്മൾ പ്രധാനമായും പറയുന്നത് വാക്സിനേഷൻസ് ആണ്. പല ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസും ഈ COPD പേഷ്യൻസിൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിനൊക്കെ പേഷ്യൻറ്റിന് സജസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഒരു പരിധി വരെ നമുക്ക് ഈ ഫാർമക്കോളജിക്കൽ, നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സിലൂടെ കടന്നുപോയാൽ COPD വളരെ വെൽ കൺട്രോൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഈ വർഷം എല്ലാവരും നോ യുവർ ലങ് ഫങ്ഷൻ ആൻഡ് സ്റ്റേ ഹെൽത്തി.